വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല വിഷയത്തിൽ വർഗീയത വളർത്താനാണ് ബിജെപിയും ആർഎസ്എസും ശ്രമിക്കുന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി. വർഗീയതയ്ക്കെതിരെ പാർട്ടിയും എൽഡിഎഫും നടത്തുന്ന പ്രചരണങ്ങളിൽ കേരള ജനത പങ്കുചേരണമെന്നും സിപിഐഎം. മതേതര ബദലിനായി സിപിഐഎം ശ്രമിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പരാജയം ഉറപ്പുവരുത്തുമെന്നും സീതാറാം യെച്ചൂരി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? ദിന 2 ദിവസമായി ദില്ലിയിൽ ചേർന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. ബിജെപിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാനും സിപിഐഎം ഇടതു പാർട്ടികളുടെ ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിച്ച് മതേതര സർക്കാർ രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇതിനായി തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും വിശകലനം ചെയ്തു. നരേന്ദ്രമോദിക്കെതിരെ മോദി സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരം ഉണർന്നു വരുന്നുണ്ട്. അതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചതെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തുകയും ചെയ്തു. റഫേൽ വിധിയിലെ പിഴവുകൾ ഗുരുതരമാണ്. പക്ഷേ റഫേൽ അഴിമതി ഒരു ജുഡീഷ്യറി എൻക്വയറി കൊണ്ടല്ല, സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ എന്ന് സിപിഐഎം വിലയിരുത്തുകയും ചെയ്തു. ഇക്കാര്യം സീതാറാം യെച്ചൂരി പറഞ്ഞു. വർഗീയ വിഭജനമാണ് രാജ്യത്താകമാനം ബിജെപി നടത്തുന്നത്. ശബരിമലയിൽ പോലും ദക്ഷിണ അയോധ്യ മൂവ്മെന്റ് നടത്താനാണ് ബിജെപി ശ്രമിച്ചത്. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അവർക്ക് അവസാന സമരം ശബരിമലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടി വന്നു എന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനിടയിൽ പി കെ ശശിക്കെതിരായ നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ശശിക്കെതിരായ നടപടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു എന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. അച്ചടക്ക നടപടി പോരെന്ന ചോദ്യത്തോടും സീതാറാം യെച്ചൂരി മറുപടി നൽകിയത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് തന്നെ കടുത്ത നടപടിയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ 6 മാസത്തെ കാലാവധി കഴിയുമ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കണമോ അത് ഏത് കമ്മിറ്റി ആണോ ഒക്കെ പിന്നീടാണ് തീരുമാനിക്കുക. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയിൽ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരികയില്ല. MLA സ്ഥാനം രാജിവെപ്പിക്കുമോ എന്ന ചോദ്യത്തിന് MLA തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്, അത് പാർട്ടിയല്ല. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ചെയ്യാനില്ല. പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള സ്ഥാനങ്ങളെന്നെല്ലാം പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു പി കെ ശശി എന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ജനുവരി 8, 9 തീയതികളിൽ CITയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സമരം രാജ്യത്ത് ആകമാനം നടക്കുന്നുണ്ട്. ഈ സമരത്തിന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീന, ശരി, വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് നൽകിയത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും മധ്യപ്രദേശിൽ കമൽനാഥും മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി അടക്കം ചടങ്ങിൽ പങ്കെടുത്തു. അല്പസമയത്തിനകം ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലു സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് ചേരുകയാണ്. ശരത്, അധികാരത്തിലേറിയപ്പോൾ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. ഇതെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതോടൊപ്പം തന്നെ സിഖ് കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള ആരോപണം എത്രത്തോളം ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ജീന, അല്പസമയത്തിനകം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി ഭൂപേഷ് ബാഗേൽ സത്യപ്രതിജ്ഞ ചെയ്യും. നേരത്തെ 5:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തീരുമാനിച്ചതെങ്കിലും കനത്ത മഴയെ തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകുകയായിരുന്നു. ഉച്ചയോടുകൂടിയാണ് മധ്യപ്രദേശിൽ കമൽനാഥ് മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. ലാൽ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ശേഷം ആദ്യമായി കമൽനാഥ് തീരുമാനമെടുത്തത് കർഷകരുടെ കാർഷിക കടം എഴുതിത്തള്ളാനായിരുന്നു. 2 ലക്ഷം വരെ കാർഷിക കടം എടുത്തിട്ടുള്ള ആളുകളുടെ കടം എഴുതിത്തള്ളാനാണ് ഇപ്പോൾ കമൽനാഥ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒറ്റ അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ തീരുമാനം എന്നുള്ള നിലയിലാണ്, മന്ത്രിസഭാ തീരുമാനം എന്നുള്ള നിലയിലാണ് അത് നടപ്പിലാക്കിയത്. പക്ഷേ പ്രധാനമായും ഇവിടെ ഉയർന്നു വരുന്ന ഒരു വിഷയം കൂടിയുണ്ട്. ഈ ഒരു കാർഷിക കടം എഴുതിത്തള്ളുന്നു എന്ന് പറയുമ്പോൾ പോലും ഭൂമിയില്ലാത്ത ആളുകളുടെ വിഷയമുണ്ട്. അതുപോലെ തന്നെ കുടിയാന്മാരുടെ പ്രതിസന്ധികളുണ്ട്. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട മറ്റ് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കാർഷിക കടാശ്വാസ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമുണ്ട്. അവയൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിലപാടും കമൽനാഥ് വ്യക്തമാക്കിയിട്ടില്ല. 2 ലക്ഷം രൂപ എഴുതിത്തള്ളി എന്നുള്ള ഒരു ഉത്തരവിൽ ഒപ്പിട്ടതിനും അപ്പുറത്തേക്ക് ഏത് രീതിയിൽ നടപ്പിലാക്കും എന്നത് അത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതേസമയം തന്നെ മറുവശത്ത് മുൻ കോൺഗ്രസ് നേതാവായ സജ്ജൻ കുമാറിനെ സിഖ് കൂട്ടക്കൊല കേസിൽ ജീവപര്യന്തം തടവിന് വിധിച്ചിട്ടുണ്ട് ഇന്ന് ദില്ലി ഹൈക്കോടതി. ആ ഒരു സാഹചര്യത്തിൽ കുറ്റാരോപിതനായ കമൽനാഥ് സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ BJP ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി കമൽനാഥിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായ തേജീന്ദർ പാൽ നിരാഹാരം സമരം കിടക്കുകയാണ്. കമൽനാഥിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട്. ഈ രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ കമൽനാഥിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ രാഷ്ട്രീയമായി സിഖ് കലാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിരിടാൻ തന്നെ
ആണ് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. രാവിലെയോടെയായിരുന്നു അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന എച്ച്.ഡി. ദേവഗൌഡ, മൻമോഹൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ എം.കെ. സ്റ്റാലിൻ, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ സഞ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ദില്ലി ഹൈക്കോടതി. സഞ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ഡിസംബർ 31 പോലീസിൽ കീഴടങ്ങാനും ഉത്തരവിട്ടു. 2013 ഏപ്രിലിൽ കാർക്കർഡൂർ ജില്ലാ കോടതി സഞ്ജൻ കുമാറിനെ വെറുതെ വിട്ടതിനെതിരെ സിബിഐ ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ കോടതി വിധി പറയുകയായിരുന്നു. ജസ്റ്റിസ് എസ് മുരളീധർ, വിനോദ് ഗോയൽ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സംഭവം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കെതിരെ ആരോപണമുണ്ടായതെന്ന സജ്ജൻ കുമാറിന്റെ വാദത്തെ തുടർന്ന് 2013 ഏപ്രിൽ 30 കാർക്കർഡൂർ ജില്ലാ കോടതി സജ്ജൻ കുമാറിനെ വെറുതെ വിടുകയും കേസിലെ മറ്റു പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മുൻ കോൺഗ്രസ് കൗൺസിലർ ബൽവാൻ കൊക്കർ, ഗിർധാരിലാൽ, മുൻ നേവൽ ഓഫീസർ ബക്മാൽ എന്നിവർക്ക് ജീവപര്യന്തം തടവും മുൻ MLA മഹേന്ദ്ര യാദവ്, കിഷൻ കൊക്കർ എന്നിവർക്ക് 3 വർഷം തടവുമാണ് അന്ന് കോടതി വിധിച്ചത്. രാജ്നഗറിലുള്ള ദില്ലി കന്റോൺമെന്റ് ഹൌസിലെ ഒരു കുടുംബത്തിലെ 5 പേരെ 1984 നവംബർ 1 കൊലപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. ദില്ലിയിലെ സുൽത്താൻപുരിൽ നടത്തിയ പ്രസംഗത്തിൽ സജ്ജൻ കുമാർ സിഖുകാരാണ് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്ന് പറയുകയും അവരെ തിരിച്ചാക്രമിക്കാനും കൊലപ്പെടുത്താനും ആൾക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തെന്ന് കോടതിയിൽ ചാങ് കൌർ മൊഴി കൊടുത്തിരുന്നു. ദില്ലി ഹൈക്കോടതിയിൽ ഒക്ടോബർ 29 വാദം പൂർത്തിയായത്. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ദില്ലിയിലുണ്ടായ കലാപത്തിൽ 3000-ഓളം സിഖ് വംശജർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ 10,000-ലധികം സിഖുകാർ കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. കലാപം അന്വേഷിച്ച നാനാവതി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് കേസിൽ സജ്ജൻ കുമാറിനെ പ്രതിയാക്കിയത്. സജ്ജൻ കുമാറിനെ വെറുതെ വിട്ട വിധിയിൽ പ്രതിഷേധിച്ച് വിധി പ്രസ്താവിച്ച ജഡ്ജിക്കെതിരെ ചെരിപ്പേറക്കമുണ്ടായിരുന്നു. സജ്ജൻ കുമാറിനെതിരായ കേസ് തള്ളണമെന്ന ഹർജി 2010 സുപ്രീം കോടതി തള്ളിയിരുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം കമൽനാഥിന് നൽകരുതെന്ന് സിഖ് വംശജർ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. സിഖ് കലാപത്തിൽ വ്യക്തമായ പങ്കാളിത്തം കമൽനാഥിനുണ്ടെന്നാണ് സിഖ് വംശജരുടെ ആരോപണം. എന്നാൽ അത് മറികടന്ന് സീറ്റ് നൽകിയത് 2019 ഇലക്ഷനിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത് ഉറപ്പാണ്. അതോടൊപ്പം കർക്കടൂർ കോടതി വിധി കൂടി ദില്ലി ഹൈക്കോടതി ശരിവെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കോൺഗ്രസ് ആവുമായിരുന്നു. ദില്ലിയിൽ നിന്നും ഹരീഷ് ചനങ്ങാട്ട്. റഫേലിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം. റഫേൽ അഴിമതി അന്വേഷണ ഹർജി സുപ്രീം കോടതി തള്ളിയതിനാൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച പ്രധാനമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ പലതവണ നിർത്തിവെച്ചു. ബഹളത്തിനിടയിലും മുത്തലാഖ് ബിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിച്ചു. ഒരു മതത്തെ ലക്ഷ്യമിടുന്ന ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ്. തുടർച്ചയായി 4ാം ദിവസവും പാർലമെന്റിനെ സ്തംഭിപ്പിച്ച റഫേൽ അഴിമതി. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ഇന്നും ഇരുസഭകളുടെയും നടുത്തളത്തിലിറങ്ങി. എന്നാൽ അന്വേഷണ ആവശ്യം സുപ്രീം കോടതി തള്ളിയതിനാൽ രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്ന മുദ്രാവാക്യവുമായാണ് ഭരണപക്ഷ ബെഞ്ചുകൾ പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചത്. ആന്ധ്രയ്ക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളുമായി പ്രാദേശിക കക്ഷി എംപിമാരും പ്രതിഷേധം ശക്തമാക്കിയതോടെ രാജ്യസഭ 5 മിനിറ്റ് മാത്രം ചേർന്ന ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞു. സമാനമായ പ്രതിഷേധം അരങ്ങേറിയ ലോക്സഭ പലതവണ നിർത്തിവെച്ചു. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച പ്രധാനമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടി ആവശ്യപ്പെട്ട് CPIM-ഉം കോൺഗ്രസും നൽകിയ നോട്ടീസ് ലഭിച്ചതായി സ്പീക്കർ സുമിത്ര മഹാജൻ ലോക്സഭയെ അറിയിച്ചു. ഇതിനിടയിൽ ഭേദഗതി വരുത്തിയ പുതിയ മുത്തലാഖ് ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നേരത്തെ സഭ പാസാക്കിയ ബില്ലിലെ ജാമ്യവ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിടുന്ന ബിൽ ഭരണഘടനാ വിരുദ്ധമായതിനാൽ അവതരിപ്പിക്കാൻ അനുവദിക്കരുതെന്ന ശശി തരൂർ MP കോൺഗ്രസിന് വേണ്ടി എതിർത്തു. മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വം ലക്ഷ്യമിടുന്നതാണ് ബില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് മറുപടി പറഞ്ഞു. കർണാടകയിൽ പ്രസാദം കഴിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ സഹായധനം അനുവദിക്കണമെന്ന് സ്ഥലം MP ആവശ്യപ്പെട്ടു. സിഖ് വിരുദ്ധ കൂട്ടക്കൊലയിൽ കോൺഗ്രസ് നേതാവ് സഞ്ജൻ കുമാറിനെതിരായ ശിക്ഷാവിധിയെ പിന്തുണച്ച് പഞ്ചാബിൽ നിന്നും ശിരോമണി അകാലിദൾ MP പ്രേം സിംഗ് രംഗത്തെത്തി. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ കമൽനാഥും ശിക്ഷാർഹനാണെന്ന് MP പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള കോടതി ഉത്തരവ് കെഎസ്ആർടിസി നടപ്പിലാക്കി തുടങ്ങി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ താൽപര്യക്കുറവല്ല വിധിക്ക് കാരണമെന്ന് കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി ജീവനക്കാരോട് പറഞ്ഞു. കെഎസ്ആർടിസിയുടെ സർവീസിനെ പിരിച്ചുവിടൽ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും തച്ചങ്കരി വ്യക്തമാക്കി. കെഎസ്ആർടിസിയിൽ നിലവിലുണ്ടായിരുന്ന 3861 എംപാനൽ കണ്ടക്ടർമാരെയാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടാൻ മാനേജ്മെന്റ് നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ ജോലിക്കെത്തിയവർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറാൻ സാധിക്കാതെ മടങ്ങി. സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ താൽപര്യക്കുറവല്ല വിധിക്ക് കാരണമെന്ന് കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി ജീവനക്കാരോട് പറഞ്ഞു. അതായത് എംപാനലുകാർ അവർ പ്രോപ്പറായിട്ട് കേസ് വാദിച്ചില്ല, സീനിയറായിട്ടുള്ള അഭിഭാഷകരെ അവർ വെച്ചില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. നിസ്സംശയം പറയാം, സർക്കാരിന്റെ തീരുമാനം എംപാനലുകാരെ പിരിച്ചുവിടണ്ടെന്നുള്ളതാണ്. കോടതി തന്നെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ. എംപാനലുകാരെ പിരിച്ചുവിടുന്ന സമയത്ത് കെഎസ്ആർടിസിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഷോർട്ടേജ് പെട്ടെന്നുണ്ടാവും. അത് PSC വഴിയുള്ളവർ വന്ന് ഫില്ല് ചെയ്ത് വരണമെങ്കിൽ ടൈം എടുക്കും. ജനങ്ങൾ ഇതിനകത്ത് പാർട്ടിയല്ലല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ അവരെന്ത് തെറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാക്സിമം ഞങ്ങൾ സ്ഥിരം തൊഴിലാളികളും ഉള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യും. അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെല്ലാം ചെയ്യും. എന്നാൽ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വലഞ്ഞു നിൽക്കുകയാണ് താൽക്കാലിക ജോലി നഷ്ടപ്പെട്ട ഈ ജീവനക്കാർ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. വേറെ ഒന്നുമില്ല, തൽക്കാലം വേറെ വരുമാന മാർഗം നിലവിൽ ഒന്നുമില്ല. ഈ ഒരു പ്രതീക്ഷയിലും കഴിഞ്ഞ 13 കൊല്ലം കൊണ്ട് ജോലിയാണ്. അപ്പം നമ്മൾ വേറെ ജോലി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് വന്നത്. ഇപ്പം PSC ടെസ്റ്റ് ഇനി ഒന്ന് എഴുതാനുള്ള സാഹചര്യവും കഴിഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം നാളെ കെഎസ്ആർടിസി CMD ടോമിൻ ജെ തച്ചങ്കരി കോടതിയിൽ നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽ ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നതോടെ കൊച്ചിയിൽ മാത്രം 100-ലേറെ കെഎസ്ആർടിസി ജീവനക്കാരുടെ ജീവിതമാണ് ദുരിതത്തിലായത്. എറണാകുളം കെഎസ്ആർടിസി ഡിപ്പോയിലെ 138 താൽക്കാലിക ജീവനക്കാരെ ഡ്യൂട്ടിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എല്ലാവരും ചില താൽക്കാലിക ജീവനക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ സർക്കാരിന്റെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഏജൻസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർക്കാരിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഇതിൽ ജോലി കയറിയത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ PSC ലിസ്റ്റില്ല. ഞങ്ങൾ ഇവിടെ ജോലി കയറി ശരി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും പല PSC ലിസ്റ്റ് വരികയും പോവുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കണ്ട 12,000 പേരുടെ ഒരു ലിസ്റ്റ് വന്നു. ആ 12,000 പേരെ ഇതിൽ എടുത്തപ്പോഴും ഈ ജീവനക്കാർ ഇവിടെ നിലവിലുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം അതിൽ എത്ര പേര് ഇപ്പോൾ സ്ഥിര ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന്. അവർ പലരും പല ജോലി കിട്ടി, പല മേഖലകൾ അന്വേഷിച്ചു. ഇതിനേക്കാളും സുഖമുള്ള ജോലി കിട്ടിയപ്പോൾ അവർ രക്ഷിച്ചു പോയി. അപ്പോൾ ഈ കോർപ്പറേഷൻ സേവിക്കാൻ ഈ 8, 10, 12 വർഷമായ ഈ ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വർഷങ്ങളോളമായി എംപാനൽ ജീവനക്കാരായി തുടരുന്ന നിരവധി പേരാണ് എറണാകുളം KSRTC ഡിപ്പോയിൽ ഉള്ളത്. ഹൈക്കോടതി വിധി നടപ്പായതോടെ 138 KSRTC ജീവനക്കാർക്ക് ജോലി നഷ്ടമായി. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ജോലി നഷ്ടമായവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർക്ക് ഇനി മറ്റൊരു ജോലി കണ്ടെത്തുക എന്നതും ശ്രമകരമാണ്. ഇന്നലെ വരെ പമ്പ ഡ്യൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഡ്യൂട്ടി പോകാനായിട്ട് റാക്കും മെഷീനും എല്ലാം മേടിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് തിരക്കി PSC ആണോ എംപാലാണോ എന്ന്. ഇവർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയില്ല PSC ആണോ എംപാലാണോ. അപ്പോൾ ഇപ്പോൾ തിരക്കിയിട്ട് ഡ്യൂട്ടിക്ക് എനിക്ക് പോകണ്ട എന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി ആയിരുന്നു തോന്നുന്നു. താൽക്കാലിക ജീവനക്കാരിൽ പലരും ഡബിൾ ഡ്യൂട്ടി എടുക്കുന്നവരാണ്. ഇവരെ പിരിച്ചുവിട്ടതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ മുടങ്ങുന്ന സാഹചര്യവും പൊതുഗതാഗത മേഖലയിൽ ഉണ്ടാകും. നിലവിൽ 120 പേർ മാത്രമാണ് എറണാകുളം ഡിപ്പോയിൽ സ്ഥിര നിയമനം ലഭിച്ച ജീവനക്കാർ. ആലപ്പുഴയിൽ നിന്നും ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ ജീവനക്കാരുടെ പരിഗണനയിലുണ്ടെങ്കിലും നിയമപരമായി സുപ്രീം കോടതിയെ സമീപിക്കാനും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. സർവീസിലെ അവസാന ദിനം കണ്ണീരോടെയാണ് സിംഗിൾ ബെല്ലടിച്ച് ഇവർ വിടവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോടതി വിധി കെഎസ്ആർടിസി സർവീസുകളെ ബാധിക്കുമെന്ന വസ്തുത മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കെഎസ്ആർടിസിയുടെ അവസ്ഥ കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സത്യവാങ്മൂലം നാളെ കൊടുക്കും. കോടതി നിർദ്ദേശം അനുസരിക്കുമല്ലോ. നമ്മുടെ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ എന്താണ് KSRTCയുടെ പ്രശ്നങ്ങളെന്ന് കൂടി സമർപ്പിക്കാമല്ലോ. അതിനൊക്കെ അവസരമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നിയമവിധേയമായ നടപടികളല്ലാത്ത ഒരു കാര്യവും ഞങ്ങളാരും ചെയ്യില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് ശബരിമല അയ്യപ്പ ദർശനത്തിന് അനുമതി. കഴിഞ്ഞ ദിവസം മല ചവിട്ടാനെത്തിയപ്പോൾ തടഞ്ഞ 4 പേർക്കാണ് പോലീസ് അനുമതി നൽകിയത്. കോടതി നിയോഗിച്ച കമ്മീഷനും ഇവർക്ക് ദർശനത്തിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ദർശനം നടത്തുന്നതിൽ പ്രശ്നങ്ങളില്ലെന്ന് തന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. നാളെ രാവിലെ തന്നെ അയ്യപ്പ ദർശനത്തിനായി പുറപ്പെടുമെന്ന് സംഘാംഗം അനന്യ പറഞ്ഞു.
അയ്യപ്പ സന്നിധിയിലെത്തുന്ന കുഞ്ഞു മനസ്സുകളെല്ലാം ഹാപ്പിയാണ്. അയ്യനെ കണ്ടു മടങ്ങുമ്പോൾ പറഞ്ഞു തീർത്ത സങ്കടങ്ങൾക്കൊപ്പം വീണ്ടും വരാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇവർ ഉറ്റവർക്കൊപ്പം മലയിറങ്ങുന്നത്. അമ്മയുടെ സാന്നിധ്യമില്ലാതെയാണ് അച്ഛനോടൊപ്പം നീലിമലയും കരിമലയും താണ്ടി അയ്യപ്പനെ കാണാൻ ഈ കുട്ടി അയ്യപ്പന്മാരെത്തുന്നത്. കണ്ടുമടങ്ങുമ്പോൾ അത്ഭുതവും അതിലുപരി സന്തോഷവുമാണ് ഇവർക്ക്. നാമം ജപിച്ചോ മുദ്രാവാക്യം വിളിച്ചോ തേങ്ങയെറിഞ്ഞോ ഉള്ള പ്രതിഷേധങ്ങളൊന്നും ഇവർക്കില്ല. ഈ കുഞ്ഞു മനസ്സുകളിലുള്ളത് ഒന്നു മാത്രം: മാലയിട്ട് വ്രതമെടുത്ത് 18 പടിയും ചവിട്ടി അയ്യപ്പനെ കണ്ടുമടങ്ങണം. അതുകൊണ്ട് തന്നെ സന്നിധാനത്തെത്തി ഉറ്റവരുമായി മലയിറങ്ങുമ്പോൾ കുഞ്ഞു മനസ്സുകളെല്ലാം ഹാപ്പിയാണ്. നല്ല ദർശനമായിരുന്നു. ഞാനും എൻ്റെ അച്ഛനും അനിയത്തിയും 3 ഫ്രണ്ട്സ്. അയ്യപ്പനെ കണ്ടതിനപ്പുറം അത്ഭുത കാഴ്ചകളാണ് ശബരി സന്നിധിയിലെത്തിയ കുട്ടി അയ്യപ്പന്മാർക്ക്. ചിലരാകട്ടെ ക്യാമറ കണ്ട് ഒന്ന് പതറി, ചിലരോ ക്യാമറ കണ്ട് തകർത്തഭിനയിച്ചു. വീട് വിട്ടിറങ്ങി അയ്യപ്പ സന്നിധിയിലെത്തി വീട്ടിലുള്ളവരുമായി വീഡിയോ കോൾ ചെയ്യുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും തിരക്കിലാണ് ചിലർ. മറ്റു ചിലരാകട്ടെ കളിപ്പാട്ടക്കടയിലെത്തി അച്ഛനോട് വാശി പിടിക്കുന്നുമുണ്ട്. എന്തായാലും സന്നിധാനം ശരണമന്ത്രങ്ങൾക്കൊപ്പം ശാന്തമാണ്. മഞ്ഞും വെയിലുമേറ്റ വാടിത്തളർന്ന അച്ഛന്റെ തോളിൽ ഉറങ്ങുകയാണിവർ. ഇനിയുള്ള വർഷവും അയ്യനെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി. സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ ക്യാമറാമാൻ അഖിലേഷ് പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം റിനു ശ്രീധർ. ശബരിമലയിലെ ഈ വർഷം 72 കോടി രൂപയ്ക്ക് മുകളിൽ നടവരവ് ലഭിച്ചുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നടവരവിൽ കുറവുണ്ടായി. വരുന്ന ദിവസങ്ങളിൽ നടവരവ് കൂടുമെന്നാണ് പ്രതീക്ഷ. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളല്ലാത്ത ഒരാൾ പോലും ജോലി ചെയ്യുന്നില്ലെന്നും എ പത്മകുമാർ. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ 30 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 72 കോടി 2,75,744 ആദ്യ സമയത്തുണ്ടായ കുറവും അത് ഈ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്തായാലും അത് മാറും, ഇപ്പോൾ മാറി വരുന്നുണ്ട് എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ കുറവാണ്, പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 268 കോടി രൂപയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തന്നിട്ടുള്ളത്. 1258 ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോ യാതൊരു ഭീതിക്കും അടിസ്ഥാനമില്ല. LDF ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് എത്ര രൂപ വേണമെങ്കിലും ദേവസ്വം ബോർഡിനെ സഹായിക്കാം എന്ന് ഗവൺമെൻറ്റും ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്തത് 100% ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. അതല്ലെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ശരിയാണെന്നുള്ളത് തെളിഞ്ഞല്ലോ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% ആളുകൾ ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്തജനങ്ങൾക്കൊരു കുഴപ്പമില്ല. വനിതാ മതിലിന് ആശംസകളുമായി പ്രൊഫസർ MK സാനു. മാതൃത്വത്തിൻ്റെ പര്യായമായ സ്ത്രീയെ അവൾ അശുദ്ധയാണ് എന്ന് പറയുന്നത് അതിൻ്റെ നേർക്ക് ചളിവാരി എറിയുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെങ്ങനെ കരുതുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒന്ന് ചേർന്ന് ഞങ്ങൾ അശുദ്ധകളല്ല, ഞങ്ങൾ പുരുഷന്മാരെ പോലെ തന്നെ ആത്മാവുള്ളവരാണ്, ഹൃദയമുള്ളവരാണ് എന്നല്ല, പുരുഷനേക്കാൾ അധികമായി ജീവനെ സ്നേഹിക്കുന്നവരുമാണ്. മാതൃത്വത്തിൻ്റെ ആത്മാഭിമാന പ്രഖ്യാപനവും മാതൃത്വം ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ പദവിയാണ്, സ്ത്രീത്വം ദൈവികമാണ് എന്ന ആശയത്തിൻ്റെ വിളംബരം അതാണ് ജനുവരി 1-ാം തീയതി നടക്കുന്നത്. അതിൽ ഞാൻ കാണുന്നത് അത് തന്നെയാണ്. ബാംഗ്ലൂരിലെ കലാ ആസ്വാദകർക്ക് വിരുന്നായി സത്യജയദേവന്റെ മോഹിനിയാട്ട അരങ്ങേറ്റം. സൂര്യ സ്റ്റേജ് സ്ഥാപക ഡയറക്ടർ സൂര്യ കൃഷ്ണമൂർത്തി, കൈരളി TV ഡയറക്ടർ TR അജയൻ, ഗുരുവായൂർ കാശി നർത്തകിയും അഭിനേത്രിയുമായ ശ്രീദേവി ഉണ്ണി എന്നീ പ്രശസ്ത വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് സത്യജയദേവ് നൃത്തം അവതരിപ്പിച്ചത്. ബംഗളൂരുവിലെ ADA രംഗമന്ദിര ഓഡിറ്റോറിയത്തിലാണ് നൃത്തവിരുന്ന് അരങ്ങേറിയത്.